സെറ്റില് ഞങ്ങള് കാണുന്ന തന്നെ ഷോട്ടിനിടയിലാ ഞങ്ങള് കാണുന്ന ദുബായിൽ തിരക്കാന്ന് രാത്രി ഒക്കെ രാത്രിയില് പുള്ളി ഭയങ്കര തിരക്കാ. ഓക്കെ, ചേട്ടൻ ഫ്രീ ആണോ രാത്രിയിലൊക്കെ? എന്ത് അല്ല ചോദിച്ചതാ, രാത്രിയില് തിരക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. സാധാരണ സെറ്റില് നമ്മള് നിഷാദുണ്ട്, നമ്മൾ സെറ്റില് അഭിനയം പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരും. നമ്മൾ സ്വാഭാവികം ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരങ്ങളിലെ വിശ്രമവേളകളിൽ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. പിന്നെ പിറ്റേ ഷോട്ട് തുടങ്ങുമ്പോ എനിക്ക് കിട്ടിയിട്ടില്ല അല്ലെ? ഞാനും അന്വേഷിച്ചു തുടങ്ങാം എവിടെ ഇനി കാണാൻ പ്ലാൻ ഉണ്ടോ? എവിടെ അല്ല ഇനി കാണാൻ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ഒന്നും സംഭവിക്കാനില്ല. എല്ലാം പതിവ് പോലെ തന്നെ അവസാനിക്കും. ഒന്നും സംഭവിക്കില്ല. നമ്മൾ കാണാതിരുന്നാൽ എന്തെങ്കിലും സംഭവിക്കും. അതൊക്കെ ഇവിടെ കൺഫ്യൂഷൻ പ്രോസസ് ആവുന്നില്ല. ദുബായ് പോയിട്ടില്ലേ? ഞാൻ ദുബായിലാണ് ജനിച്ചു വളർന്നത്. എവിടെ ദുബായിൽ ജനിച്ചു വളർന്നത്? ഞാൻ അബുദാബിയിലായിരുന്നു. അബുദാബിയുടെ കാര്യം പറയരുത്. ഒരു ലൈബ്രറി പോയ പോലെ എനിക്ക് തോന്നുന്നു. ഇത്ര പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഭയങ്കര നോട്ടബിളി ആയി. കാരണം ഞാൻ സംസാരിക്കുമ്പോ എല്ലാവരും നോക്കും. അത് ചേട്ടാ റെക്കഗ്നൈസ് ചെയ്യുന്ന ചേട്ടൻ അതല്ല, എന്റെ ശബ്ദം അതുകൊണ്ടല്ല, ആരും അവിടെ ഒച്ചിടുന്നില്ല. ഞാനൊരു ഫംഗ്ഷന് പോയപ്പോഴേ ഭയങ്കര സൈലന്റ് ആയിട്ട് ഫംഗ്ഷൻ നടക്കുന്നു. സ്റ്റേജിൽ കയറ്റി എന്നോട് എന്നെ വെൽക്കം ചെയ്തു. അപ്പൊ മൈക്ക് വാങ്ങിയിട്ട് ഞാൻ 2 ഡയലോഗ് ഓടിച്ചു. അപ്പൊ കുറച്ച് കഴിയുമ്പോ എന്നെ സ്റ്റേജിൽ നിന്ന് ഇറക്കി ഒരു പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തീർന്ന അല്ല പോവാൻ ഇവിടെ നിൽക്കണ്ട, ഇവിടെ സംസാരിക്കണമെങ്കിൽ ലൈസൻസ് വേണത്രേ. നേരത്തെ ലൈസൻസ് എടുക്കണമെന്ന് അങ്ങനെ പൊതുവേദികളിൽ സംസാരിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ നമ്മുടെ ഇതില്ലേ കോർണേഷ്യ ആയിരുന്നു ആ ഒരു ആശ്വാസം. പിന്നെ നമ്മുടെ കൊറേ ബേവാച്ച് ഹോട്ടൽ ഡേ ക്ലബിംഗ് പോലത്തെ കുറച്ചധികം. ഓക്കെ ദുർഗ, ഫോർ എക്സാമ്പിൾ ഇമാജിൻ, ഓക്കെ ഇവർക്ക് 2 പേർക്കും ദുർഗയോട് ചെറിയ ക്രഷ് ഉണ്ട്. ആരെ അക്സെപ്റ്റ് ചെയ്യും? ആരോട് ഓക്കെ എന്ന് തിരിച്ചൊരു ക്രഷ് തോന്നും? രണ്ടുപേരും എന്റെ ടൈപ്പ് അല്ല. ആണല്ലേ? ആദ്യമേ മനസ്സിലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഐസ് ബ്രേക്ക് എപ്പോഴായിരുന്നു? ഐസ് ബ്രേക്ക് ഞങ്ങൾ ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് ചെന്നപ്പോ 3 പേരും കൂടെ ഐസ് ബ്രേക്ക്. ഓക്കെ ധ്യാൻ ചേട്ടാ, ഐസ് ബ്രേക്കും ഇമാജിനേഷനും കൂടുന്നുണ്ട്. ഓക്കെ ധ്യാൻ ചേട്ടാ, ഇവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറൽ അയക്കുന്ന ഒരു വീഡിയോ ആണ്, വിനീതേട്ടൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. ധ്യാൻ ചേട്ടൻ ഷോർട്സ് ഇട്ടുകൊണ്ട് ഓട്ടോയിൽ പോയി വർഷങ്ങൾക്ക് മുൻപേ ഡബ് ചെയ്യാൻ പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം അല്ല, വർഷങ്ങൾക്ക് ശേഷം അത് ഡബ് ചെയ്യാൻ വേണ്ടിട്ട് ചെന്നൈയില് ഓട്ടോ വർഷങ്ങൾക്ക് ശേഷം സിനിമ. ഓക്കെ അന്നാണെങ്കിൽ ചേട്ടാ, അപ്പൊ അതിനടിയിൽ കുറെ കമന്റ്സ് ചേട്ടാ